على عهدي على ديني على أرض تلاقيني أنا لأهلي أنا فديهم أنا دمي فلسطيني 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 أنا دمي فلسطيني. പ്രിയമുള്ളവരെ, കബന്ധങ്ങൾക്ക് മുകളിൽ നരനായാട്ടിന്റെ അട്ടഹാസങ്ങൾ തീർത്ത് കാലങ്ങളോളമായി ഇസ്രായേലിന്റെ കൊടും ക്രൂരതയുടെ മുനമ്പിൽ ലോകത്തിന്റെ മനസ്സാക്ഷിയെ ഇളക്കിക്കൊണ്ടിരിക്കുന്ന ഒട്ടും കരുണയില്ലാത്ത ഹീന യാഥാർത്ഥ്യമാണ് ഗസയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ജനതയുടെ നാശത്തിന്റെയും കൂട്ടക്കുരുതിയുടെയും മുനമ്പിൽ രക്തം ചൊരിയുന്ന ഫലസ്തീന്റെ മണ്ണിൽ പ്രത്യാശയുടെ പൂവിരിയുമ്പോൾ മനുഷ്യരുടെ കൈകൾ ഒരുമിച്ചു ചേരണം. കിരാതന്മാരുടെ നരനായാട്ടിനെതിരെ ഗസയുടെ പീഡനകഥകൾ ലോകമനസാക്ഷിയിൽ വിറങ്ങലടിക്കുമ്പോൾ മാനവസ്നേഹത്തിന്റെ മഹിതമാം സംസ്കാരം ഉൾക്കൊണ്ട് എന്നും നന്മയ്ക്കൊപ്പം വേദനിക്കുന്ന ഹൃദയങ്ങൾക്കൊപ്പം നിലകൊള്ളുന്ന മഹത്തായ പ്രസ്ഥാനത്തിന്റെ പടനായകന്മാരും പടയാളികളും ഗസയ്ക്ക് വേണ്ടി ശബ്ദമുയർത്താൻ വീണ്ടും ഒരു മഹാസാഗരങ്ങൾ തീർക്കുന്ന മുസ്ലിം ലീഗ് ഗസ ഐക്യദാർഢ്യ സദസ്സ് 2025 സെപ്റ്റംബർ 25 വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 3 മണിക്ക് കൊച്ചിയിൽ വെച്ച് നടത്തപ്പെടുകയാണ്. ഈ മഹത്തായ ഐക്യദാർഢ്യ സദസ്സിലേക്ക് ശബ്ദമുയർത്താൻ നാം ഓരോരുത്തരും പങ്കാളികളാവൽ അനിവാര്യമാണ്. മരിച്ചത് ഞാനല്ല, നീയാണ് മുസ്ലിമേ. ഫാസിസ തടവറയിൽ അടിമയായി നിൽപ്പോ നീ എന്ന് തീരും ഈ കണ്ണുനീരിൻ മോചനം നേടുകില്ലേ. പിഞ്ചു കുഞ്ഞുങ്ങളുടെ രോദനത്തിന്റെ കരച്ചിൽ ലോകത്തിനു മുന്നിൽ ഒരു ചോദ്യോത്തരമായി മാറുമ്പോൾ മനസ്സ് മരവിക്കാത്ത മനുഷ്യഹൃദയങ്ങൾ വേദനാജനകമാണ്. ഇത്തരം ദുരന്തങ്ങളുടെ മുനമ്പിൽ മനുഷ്യകുലത്തിന്റെ പ്രഥമമായ കടമയുടെ ശബ്ദമുയർത്തൽ. നാശത്തിന്റെയും കൂട്ടക്കുരുതിയുടെയും നടുവിൽ ജീവൻ നിലനിർത്താൻ അലയുന്ന ജനതയുടെ വിളികളാണ് ലോകമെമ്പാടുമുള്ള നല്ല മനസ്സുകളെ വിളിച്ചുണർത്തുന്നത്. പിറന്ന മണ്ണിന് മുകളിൽ ജീവിക്കാൻ അവകാശമില്ലാതെ സൈനിസ്റ്റ് ഭീകരതയുടെ അധിനിവേശ പോരാട്ടത്തിൽ രക്തം ചിതറിത്തെറിച്ചാലും പിറന്ന മണ്ണ് വിട്ടുകൊടുക്കാതെ സ്വന്തം നാടിനു വേണ്ടി ബലിയാടായ എത്രയെത്ര മനുഷ്യകബന്ധങ്ങൾ. ഗാസയുടെ പീഡനകഥകൾ മനുഷ്യരാശിയുടെ ചരിത്രത്തിൽ ചില അധ്യായങ്ങളിൽ ചേർക്കപ്പെട്ട കണ്ണീരും രക്തവും ചേരുന്നതാണ്. ഇതാ ഇവിടെ ഗാസയ്ക്ക് വേണ്ടി ശബ്ദമുയർത്താൻ വീണ്ടും ഒരു ഐക്യദാർഢ്യവുമായി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. അമ്മമാരുടെ കഥകൾ സ്വന്തം മക്കളെ സ്വന്തം കരങ്ങളിൽ പിടിച്ചുകൊണ്ട് ശ്വാസം അവസാനിക്കുന്ന നിമിഷം നോക്കി നിൽക്കുന്ന അമ്മമാർ അവരുടെ നിലവിളി മനുഷ്യരാശിയുടെ കരുണഹീനമായ മുഖം തുറന്നു കാണിക്കുന്നു. അനവധി അമ്മമാർക്കിന്ന് കഫനാണ് മാതൃത്വത്തിന്റെ അവസാന സമ്മാനം. ആശുപത്രിയിലെ കഥകൾ ഓക്സിജനില്ലാത്ത ശ്വാസം മുട്ടി മരിക്കുന്ന രോഗികൾ, വൈദ്യുതി മുടങ്ങുന്ന ഓപ്പറേഷൻ തിയേറ്ററുകൾ, മരുന്നില്ലാതെ രക്തസ്രാവം തടയാനാവാതെ ജീവൻ വിടുന്ന മനുഷ്യരുടെ സാങ്കേതിക പുരോഗതി ഉണ്ടെങ്കിലും ഗാസയിലെ ആശുപത്രികൾക്ക് ഇന്ന് സ്വപ്നം മാത്രമായി. സ്വാതന്ത്ര്യത്തിനുള്ള പോരാട്ടം ഒരു റൊട്ടിക്കഷ്ണത്തിന് വേണ്ടി മണിക്കൂറുകൾ കാത്തുനിൽക്കുന്ന നിരകൾ, ശുദ്ധജലത്തിനായി അമ്മമാർ കുഞ്ഞുങ്ങളെ കയ്യിൽ പിടിച്ച് നടത്തുന്ന യാത്രകൾ ഇവിടത്തെ ജീവിതത്തിന്റെ അടുത്ത യാഥാർത്ഥ്യമാണ്. വിശപ്പിന്റെ പേരിൽ മരിച്ചവരുടെ കഥകൾ ഇന്നും ലോകത്തിന്റെ മാധ്യമങ്ങൾ രേഖപ്പെടുത്തുന്നു. മൗനത്തിന്റെ കഥകൾ. ഗാസയിൽ നടക്കുന്ന പീഡനങ്ങൾക്ക് മുന്നിൽ ലോകത്തിന്റെ പല ഭാഗങ്ങളും ഭീതി നിറഞ്ഞ മൗനം നിലകൊള്ളുന്നു. ശക്തരായവരുടെ നിശബ്ദത ദുർബലരുടെ മരണത്തെ നിയമിക്കുന്നത് പോലെ തോന്നുന്നു. ചരിത്രം ഒരു നാൾ ചോദിക്കും, അവിടെ നിരപരാധികൾ വീഴുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു? ഗാസയിൽ ഓരോ വീടും ഇന്നൊരു കഥയാണ് പറയുന്നത്. നഷ്ടത്തിന്റെയും കണ്ണീരുടെയും പ്രത്യാശയുടെയും കഥ. എന്നാൽ അവിടെ പൊട്ടിത്തെറിക്കുന്ന ബോംബുകൾക്കിടയിലും മനുഷ്യർ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടോ? സമാധാനത്തിനായി, നീതിക്കായി, ഒരു ഭാവിക്കായി. ഗാസയുടെ പീഡനകഥകൾ നമ്മെ ഒരുമിച്ച് വിളിക്കുന്നു. മനുഷ്യത്വത്തിന്റെ പേരിൽ കൂട്ടക്കുരുതി അവസാനിപ്പിക്കൂ, ലോകത്തിന് സമാധാനം നൽകൂ. ഇതാ ഇവിടെ ഒരു മഹാ ഐക്യദാർഢ്യവുമായി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. ആശ്രയിക്കുന്നവർക്ക് അഭയമായും വേദനിക്കുന്ന ഹൃദയങ്ങൾ നന്മയുടെ മരമായി നിലകൊള്ളുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നടത്തുന്ന ഇസ്രായേൽ കിരാതന്മാരുടെ കൊടും ക്രൂരതയ്ക്കെതിരെ ലോകത്തിന്റെ മാനവ ഹൃദയങ്ങൾ മുഴങ്ങുന്ന ശബ്ദമായി ഗാസ ഐക്യദാർഢ്യ സദസ്സ് 2025 സെപ്റ്റംബർ 25 വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 3 മണി മുതൽ കൊച്ചി മൺതരികളെ പ്രകമ്പനം കൊള്ളിക്കുന്ന പ്രൗഢഗംഭീരമായ ഐക്യദാർഢ്യ സദസ്സിലേക്ക് നാം ഓരോരുത്തരും അണിചേർന്നു. ഈ ഐക്യദാർഢ്യ സദസ്സ് വൻ വിജയമാക്കാൻ ഗാസയ്ക്ക് വേണ്ടി ശബ്ദമുയർത്താൻ നമുക്ക് ഒത്തുചേരാം. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ വഴി നേരും നെറിയുള്ള പ്രസ്ഥാനമാ അണിചേരാം. പുകൾ പാടാം, സമുദായ നന്മ കാണിക്കൊടി